ഹായ്. ഓണക്കാലമാകുമ്പോൾ മനസ്സ് പഴയ ഓർമ്മകളിലേക്ക് പോകും. കുട്ടിക്കാലത്തെ ഓണാവധിക്ക് അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അമ്മച്ചി ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വഴുതനങ്ങ തീയലായിരുന്നു. ഈ ഓണക്കാലത്ത് ആ ഓർമ്മകൾ മനസ്സിൽ വന്നപ്പോൾ എനിക്കും അതുണ്ടാക്കാൻ തോന്നി. അമ്മച്ചി വിളിച്ചപ്പോൾ തന്നെ റെസിപ്പിയും ചോദിച്ചു. അതുപോലെ തന്നെ ഞാനും ഉണ്ടാക്കി. എൻ്റെ മോൻ അടുത്തുനിന്ന് നോക്കുന്നത് കണ്ടപ്പോൾ തോന്നി, ഈ രുചി അവനും ഓർത്ത് വയ്ക്കട്ടെ. ഒരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് റെസിപ്പി മാത്രമല്ല, ഓർമ്മകളും കൈമാറുന്നു. ഇന്ന് നമുക്ക് നല്ല നാടൻ രുചിയിലുള്ള വഴുതനങ്ങ തീയൽ തയ്യാറാക്കാം. ആദ്യം ഒരു ചട്ടി ചൂടാക്കി 3-4 വെളുത്തുള്ളി അല്ലി ചേർക്കാം. അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് ചെറിയ തീയിൽ നല്ല ബ്രൗൺ നിറമാകുന്നവരെ വറുത്തെടുക്കാം. തേങ്ങ നന്നായി വറുത്ത് വരുമ്പോൾ മല്ലിപ്പൊടി, മീറ്റ് മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കാം. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ചെറിയ തീയിൽ നന്നായിട്ട് വറുത്ത ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി നന്നായി തണുപ്പിക്കാൻ വയ്ക്കാം. തണുത്ത ശേഷം വറുത്ത തേങ്ങയും വെളുത്തുള്ളിയും മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇനി അതേ ചട്ടി അടുപ്പിൽ വെച്ച് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഉള്ളി നന്നായിട്ട് വാടി വന്നാൽ അരിഞ്ഞു വെച്ച വഴുതനങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ശേഷം മൂടി വെച്ച് ചെറിയ തീയിൽ വഴുതനങ്ങ നന്നായിട്ട് വേവിച്ചെടുക്കാം. വഴുതനങ്ങ വെന്ത് കഴിഞ്ഞാൽ നേരത്തെ പൊടിച്ചു വെച്ച തേങ്ങ വെളുത്തുള്ളി മിക്സ് ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഇനി പുളിവെള്ളവും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് മൂടി വെച്ച് തീയിൽ നന്നായി തിളച്ച് കുറുകി വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അവസാനമായിട്ട് നമുക്ക് താളിപ്പ് തയ്യാറാക്കാം. ഒരു ചെറിയ പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കാം. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നല്ലൊരു മണം വരുന്നവരെ മൂപ്പിച്ചെടുക്കാം. ഈ താളിപ്പ് തീയലിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അങ്ങനെ നല്ല മണവും കിടിലൻ രുചിയുമുള്ള വഴുതനങ്ങ തീയൽ റെഡി. ചോറിനോടൊപ്പം കഴിക്കാൻ സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ബൈ.